സൂര്യന്റെ ഗ്രാവിറ്റിയാണ് എല്ലാ ഗ്രഹങ്ങളെയും പിടിച്ചു നിർത്തുന്നത് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. എന്നാൽ ശരിക്കും സൂര്യൻ സ്പേസ് ടൈമിൽ ഉണ്ടാക്കുന്ന വളവാണ് ഗ്രാവിറ്റി എന്നറിയാമോ? യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ എല്ലാം സ്ട്രേറ്റ് ലൈനിൽ സഞ്ചരിക്കുകയാണ്. സൂര്യന്റെ മാസ് അതിന്റെ സഞ്ചാരപാതയിൽ വളവുണ്ടാക്കുന്നു. ഇതിനെയാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആദ്യമായി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കി തരുന്നു. ഒരു ബാഹ്യബലം പ്രയോഗിക്കപ്പെടുന്നതുവരെ ഏതൊരു വസ്തുവും അതിന്റെ ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ തുടരും. ഇതാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം. ഈ നിയമം എങ്ങനെയാണ് ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയെ സ്വാധീനിക്കുന്നതുമായി ബന്ധപ്പെടുന്നത് എന്ന് നോക്കാം. ഒരു വലിയ ബോൾ റബ്ബർ ഷീറ്റിൽ വെച്ചാൽ ഭാരം കാരണം റബ്ബർ ഷീറ്റിൽ ഒരു കുഴിവുണ്ടാക്കും. ഒരു ചെറിയ പന്ത് അതിനരികിലൂടെ പോകുമ്പോൾ നേരെ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളഞ്ഞ പാതയിലാണ് പോകുന്നത്. ഇതിൽ വലിയ പന്ത് സൂര്യനും ചെറിയ പന്ത് ഭൂമിയും ആണ്. അതായത് സൂര്യന്റെ വലിയ മാസ് കാരണം അത് സ്പേസ് ടൈമിൽ വളവുണ്ടാക്കുന്നു. ഭൂമി നേരെ പോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ സ്പേസ് ടൈം സൂര്യനെ ചുറ്റി വളഞ്ഞതിനാൽ ഭൂമിയുടെ സ്ട്രേറ്റ് പാത്ത് വളഞ്ഞൊരു വഴിയായി മാറുന്നു. അതുകൊണ്ട് ഭൂമി സൂര്യനെ ചുറ്റുന്നതുപോലെ തോന്നുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് ചന്ദ്രന്റെയും കാര്യം. ഭൂമിയുടെ കാര്യത്തിൽ സൂര്യനാണ് സ്പേസ് ടൈമിനെ സ്വാധീനിക്കുന്നതെങ്കിൽ ചന്ദ്രന്റെ കാര്യത്തിൽ ഭൂമിയാണ് സ്പേസ് ടൈമിനെ വളക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു.